യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും
പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 11 അധ്യായം 1 വാക്യം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക അല്പം ബുദ്ധിമോശമായി തോന്നും. വെള്ളത്തിലേക്ക് അപ്പം എറിഞ്ഞാലും അപ്പം ചീത്തയായി പോവുകയല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതീക്ഷയും ഇല്ലാത്തയിടത്തേക്ക് നിങ്ങൾ വിത്തുകൾ എറിഞ്ഞുകൊള്ളൂ. ഒരു പ്രതീക്ഷയും നിങ്ങൾക്കില്ല എങ്കിലും നിങ്ങൾ മടുക്കാതെ വേല ചെയ്തുകൊള്ളൂ. നിങ്ങൾക്ക് ഇതുവരെയുള്ള ദൈവിക വേല കൊണ്ട് വേണ്ടത്ര പ്രതിഫലം കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും നിങ്ങൾ വേല ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിച്ചു, ക്രൂശിൻ്റെ വചനം പറഞ്ഞു, എന്നാൽ അവർ അത് കൈക്കൊള്ളുന്നില്ല, ആ വ്യക്തി സ്വീകരിക്കുന്നില്ല. പക്ഷേ പിന്നെയും നിങ്ങൾ പറയുന്നു, പിന്നെയും നിങ്ങൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ക്ഷണിക്കുന്നു, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വിളിക്കുന്നു. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. വീണ്ടും വായിക്കുന്നു, സഭാപ്രസംഗി 11:3. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. മേഘങ്ങളെ വിതയ്ക്കുന്നവൻ കൊയ്യുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ, എന്നിട്ട് പുറപ്പെടാമെന്ന് വിചാരിച്ചാൽ മകനെ നിന്നെക്കൊണ്ട് സാധിക്കാതെ വരും. സാഹചര്യങ്ങളെല്ലാം ഒന്ന് പ്രയോജനകരമായി തീരട്ടെ, നല്ല ചുറ്റുപാടുകൾ കിട്ടട്ടെ, നല്ല സാഹചര്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നല്ല സാഹചര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് കാലം കഴിയാമെന്നേ ഉള്ളൂ. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇത് ദുഷ്കാലമാണ്. അപ്പോസ്തലൻ പറഞ്ഞു, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. തക്കത്തിൽ സമയം ഉപയോഗിച്ചു കൊള്ളുവീൻ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. വളരെ ഗൗരവമേറിയ കാലഘട്ടങ്ങൾ വരാൻ പോകുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അത് വളരെ ഭയാനകമായ രീതിയിൽ വരാൻ പോകുന്നു. ദേശമെല്ലാം അന്ധതയിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യജാതി പുതിയ പുതിയ അനർത്ഥങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ദുഷ്പ്രവണതകളിലേക്കും ദുസ്വഭാവങ്ങളിലേക്കും യുവാക്കന്മാർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഭാരതഭൂമി പൊതുവെ കുടുംബജീവിതത്തിൻ്റെ മാതൃകയായ ഒരു ഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. നമ്മുടെ ഈ ഭാരതഭൂമി, നമ്മുടെ ഈ കേരളനാട് പോലും വളരെ നല്ല മാതൃകാ കുടുംബജീവിതങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരം മൂലമാണോ എന്തോ നമ്മുടെ നാട്ടിലേക്കും എല്ലാ തിന്മകളും പ്രത്യേകിച്ച് യുവാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മദ്യപാന യുവാക്കളുടെ ഫാഷനായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ കമ്പ്യൂട്ടർ കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ളതായ
നാശങ്ങളിലേക്കാണ് യുവാക്കൾ വഴുതിപ്പോകുന്നത്. നന്മയ്ക്ക് ഉതകുന്നതും ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്നതുമായ കമ്പ്യൂട്ടർ കൊണ്ട് ഇൻ്റർനെറ്റിൽ പ്രവേശിച്ച് എത്രയോ യുവാക്കളുടെ വിലയേറിയ സമയം പാഴായി പോകുന്നു, സ്വഭാവമലിനമായി തീരുന്നു, ജീവിതം താറുമാറായി പോകുന്നു. മയക്കുമരുന്നുകൾ, കഞ്ചാവ് മുതലായവ ഇന്ന് എത്രയോ യുവാക്കളെയാണ് നശിപ്പിച്ച് ഹിംസിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. വിവാഹമോചനങ്ങൾ ഇന്ന് അല്പം പോലും ഒരു മടിയോ ഒരു വൈമനസ്യമോ ഇല്ലാതെ സ്വീകരിപ്പാൻ പലരും തയ്യാറാകുന്നു. വിവാഹമോചനങ്ങൾ ഇന്ന് നാട്ടിൽ ധാരാളമായിട്ടുണ്ടാകുന്നു. അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. പ്രായമായ മാതാപിതാക്കൾ അവരെ മക്കളുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ അവരനാഥരെ പോലെ വൃദ്ധമന്ദിരങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നു. നമ്മുടെ നാടും അറിയാതെ ആഗോളവൽക്കരണത്തിൻ്റെ ഈ അതിപ്രസരത്തിൻ്റെ മുന്നിൽ പതറി ഉലഞ്ഞ് ആടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന പല പല കാര്യങ്ങൾ ഇന്നത്തെ ഈ ശാസ്ത്രീയമായ മുന്നേറ്റം കൊണ്ട് ലഭിച്ചതായ ആനുകൂല്യങ്ങൾ അതുപയോഗിച്ച് തന്നെ മനുഷ്യൻ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് തിരികെ കിട്ടും. അപ്പത്തെ എറിയേണ്ട കാലമാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ഓടേണ്ട കാലമാണ്. ഞാൻ വായിച്ചു, മൊറേവിയൻ മിഷണറിമാർ അവരുടെ പ്രവർത്തനത്തിനെല്ലാം ഒരു ലോഗോയുണ്ട്. ഒരു ആദർശ മുദ്രയുണ്ട്. അവരുടെ ആശയങ്ങളുടെ പ്രകാശനത്തിന് ഉതകുന്ന ഒരു ആദർശ മുദ്ര. ആ മുദ്ര, ആ അടയാളം, അത് ഒരു കാളയെ വരച്ചിരിക്കുന്നു. കാള, അതിൻ്റെ ഒരു വശത്ത് ഒരു കലപ്പ, വേറൊരു വശത്ത് ഒരു യാഗപീഠം. താഴെ എഴുതിയിരിക്കുന്നു, രണ്ടിനും തയ്യാർ. കാളയുടെ ഒരു വശത്ത് ഒരു കലപ്പ, മറുവശത്ത് ഒരു യാഗപീഠം. കാള അതിൻ്റെ നടുക്ക് നിൽക്കുന്നു. രണ്ടിനും തയ്യാറാണെന്ന്, രണ്ടിനും തയ്യാറെന്ന് എഴുതിയിരിക്കുന്നു. റെഡി ഫോർ ബോത്ത്, രണ്ടിനും തയ്യാർ, രണ്ടിനും റെഡിയാണെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ മുദ്രയുടെ അർത്ഥം എന്താണ്? കാള അത് കലപ്പയിൽ ചേർത്ത് ഉഴുവാൻ തയ്യാറാണ്. അത് സേവനത്തെ കാണിക്കുന്നു. ദൈവവേല ചെയ്യണമോ, സേവനം നിർവഹിക്കണമോ, തയ്യാറാണ്. എന്നാൽ ഇപ്പുറത്ത് യാഗപീഠം, ഇത് വെട്ടി യാഗമർപ്പിക്കപ്പെടണമോ, തയ്യാറാണ്. മരിക്കാനും തയ്യാറാണ്. ജീവിച്ച് പ്രവർത്തിക്കാനും മരിക്കാനും തയ്യാറാണ് എന്ന്. കാളയ്ക്ക് സ്വന്തമായ വ്യക്തിത്വമില്ല. കാളയ്ക്ക് സ്വന്തമായ വിശേഷബുദ്ധിയില്ല. മൃഗമല്ലേ? മൃഗമായ ആ ജീവി രണ്ടിനും തയ്യാറാണെന്നാണ് പറയുന്നത്. നാമും അങ്ങനെ ആയിരിക്കേണ്ടതാണ്. കർത്താവേ, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകമായ പദ്ധതിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സാധിക്കുമോ എന്ന്. ഈ പറയുന്നത് പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങോട്ട് സമർപ്പണം വരുന്നില്ല. ചെറുപ്പകാലത്ത് ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലങ്ങളിൽ, യൗവനത്തിൻ്റെ ആരംഭകാലങ്ങളാണ് പ്രിയപ്പെട്ടവരെ, അന്ന് ഞാനും ഞെളിവിരി കൊണ്ടതാണ്. അന്ന് ഞാനും നല്ലതുപോലെ നല്ല പിരിമുറുക്കത്തിലായതാണ്. ആഴമേറിയ സമർപ്പണം വേണമെന്നെല്ലാം സുവിശേഷകന്മാർ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതൊക്കെ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? എല്ലാം വിട്ടിറങ്ങണമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൃഷി നടത്തണ്ടായെന്നാണോ? അന്ന് കൃഷിയുള്ള കാലമാണ്. കൃഷി നടത്തണ്ടായെന്നാണോ? അല്ല, ഇനിയും തുടർന്ന് ഇനി എങ്ങനെ ജീവിക്കും? ജീവിതം എങ്ങനെ കഴിക്കും? എങ്ങനെ ഉപജീവനം കഴിക്കും? തന്നെയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിവാഹമൊന്നും വേണ്ടെന്നായിരിക്കുമോ? ഞാൻ ചിന്തിച്ചു. അന്ന് ഞാൻ കുറേയേറെ അമ്പരപ്പിലായൊരു കാലയളവായിരുന്നു. എങ്ങനെയാണ് വേണ്ടത്? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, ദൈവവേല ചെയ്യണമെന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ ലോകത്തിലേക്കുള്ള ആസക്തിയും ലോകത്തിലേക്കുള്ള ആകർഷണവും എന്നെ വശീകരിക്കുന്നു. ലോകത്തിലേക്ക് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ എനിക്ക് ദൈവം വേണം താനും. രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ ഞെരുങ്ങിയൊരു കാലയളവുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വലിയൊരു സമർപ്പണത്തിലേക്ക് കരുണയുള്ള കർത്താവ് എന്നെ മന്ദം നടത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഒരു ധൃതഗതി ഉണ്ടായിരുന്നില്ല. വളരെ സാവധാനത്തിൽ,
വളരെ സാവധാനത്തിൽ കരുണയുള്ള കർത്താവ് എന്നെ വളരെ വളരെ സൂക്ഷ്മതയോടെ നയിച്ചത് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കി കാണുന്നു. എന്തൊരു അത്ഭുതമായിരുന്നു അത്. ആഴമേറിയ സമർപ്പണത്തിലേക്ക് കർത്താവ് ഇങ്ങനെ പയ്യെ പയ്യെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ എൻ്റെ ജോലി രാജിവെക്കണമോ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. കർത്താവേ, നിൻ്റെ ഒരു നിർദ്ദേശം ലഭിച്ചാൽ മതി, ഞാൻ അപ്പോൾ ജോലി രാജിവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിനക്ക് വേണ്ടി ഇതിൻ്റെ വേലക്കാരനാകാൻ ഞാൻ എന്തെല്ലാം ത്യജിക്കണമോ എല്ലാറ്റിനും തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെക്കുറിച്ചും ഓരോ വിധത്തിലാണ് വിളി. നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നീ ഉറപ്പാക്കണം. ഓരോരുത്തർക്കും അവരവരുടേതായ വിളിയും തിരഞ്ഞെടുപ്പുമുണ്ട്. മുഴുവൻ സമയവും ദൈവവേലയ്ക്ക് വേണ്ടി പോകുവാൻ ചിലരെ ഉദ്ദേശിക്കുന്നുണ്ട്. വിവാഹ ജീവിതമില്ലാതെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ചിലരെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വിളിയുള്ളവർ മാത്രമേ അതിന് പോകാവൂ. അല്ലാത്തവർ പോയാൽ അത് അപകടമായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവം എന്നെ മനോഹരമായി നടത്തി, അതിമനോഹരമായി നടത്തി. ഇന്ന് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിലരുടെ എല്ലാം ഉള്ളത്തിൽ ഒരു കൊതി ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താണത്? കർത്താവെ, മുഴുവനായി നിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നിൻ്റെ വേലക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് വേണ്ടത്? ഞാൻ എന്താണ് വിടേണ്ടത്? ദൈവവേലയെ നിന്നോട് ഞാൻ ചുരുക്കി പറയാം. നീ നിൻ്റെ കുടുംബം വിടണ്ട, നിൻ്റെ ഭാര്യയെ വിടണ്ട, നിൻ്റെ ഭർത്താവിനെ വിടണ്ട, നിൻ്റെ മക്കളെ വിടണ്ട, നിൻ്റെ സ്വത്ത് വിടണ്ട, നിൻ്റെ ജോലി വിടണ്ട. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ലോകത്തോടുള്ള ആസക്തി നീ വിടണം. ലോക ഇമ്പങ്ങളോടുള്ള നിൻ്റെ പറ്റുമാനം നീ വിടണം. ലോകത്തിൻ്റെ പാപേച്ഛകളോടുള്ള നിൻ്റെ ആഗ്രഹം നീ വിടണം. പാപത്തിൻ്റെ ആ മലിനമായ കാര്യങ്ങളിലേക്കുള്ള ആസക്തി നീ വിടണം. ദൈവവൈതലേ, നീ മദ്യപാനം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, മദ്യത്തോടുള്ള ആസക്തി നീ വിടണം. നീ പുകവലിക്കാതിരുന്നാൽ മാത്രം പോരാ, പുകവലിയോടുള്ള ആസക്തി നീ വിടണം. നീ ഒന്നിൻ്റെയും ബന്ധനത്തിൽ നീ അടിമയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കഷണം സിഗരറ്റിൻ്റെ അടിമയായി നിൻ്റെ ആയുസ് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരല്പം കഞ്ചാവിൻ്റെ അടിമയായി നിൻ്റെ ജീവിതം തകർത്ത് കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ ജീവിതത്തിന് വിലപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട്. അല്പം മദ്യത്തിന് വേണ്ടി വിലയേറിയ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയുന്നവനായി തീരാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവവൈതലേ, പാപം വരരുത്, ശരിയാണ്. പക്ഷേ അതുകൊണ്ട് നീ തൃപ്തിപ്പെടരുത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീ കയറി നിൽക്കണം. പാപം വരില്ല, പോരാ. കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി തലമുറയിൽ അധ്വാനിക്കണം. നിനക്ക് വേണ്ടി എനിക്ക് അധ്വാനിക്കണം. എനിക്ക് മുഴുവനായി നിനക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടു പോകണം. മുഴുവനായി ചെലവഴിക്കപ്പെടണം. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. സ്നേഹിതരെ, ഈ ആഴമേറിയ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പോൾ ലഭിക്കുന്ന ആന്തരികമായ സ്വസ്ഥത എത്ര വലുതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭാവികാല തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളോട് അടുക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളോട് ചേർന്ന് വരുന്നവരെല്ലാം ഐശ്വര്യവും സമാധാനവും പ്രാപിക്കാനിടയാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അപ്പോൾ ഭൂമിയുടെ ഉപ്പായിത്തീരും. നിങ്ങൾ ലോകത്തിന് വെളിച്ചമായിത്തീരും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നിങ്ങൾ മറഞ്ഞിരിക്കാത്ത വെളിച്ചമായി നിങ്ങൾ ശോഭിക്കാൻ തുടങ്ങും. നിങ്ങൾ തലമുറകൾക്ക് മാർഗദീപമായി തീരും. തലമുറകൾക്ക് നിങ്ങൾ വെളിച്ചം കൊടുക്കുന്ന മാർഗദീപങ്ങളായി നിങ്ങൾ ശോഭിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. രണ്ടിനും തയ്യാറ്. നിൻ്റെ സേവനത്തിന് ഞാൻ തയ്യാറാണ്. മുഖത്തിൻ്റെ കീഴിൽ എന്നെ അമിച്ച് ഞാൻ കലപ്പ വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. സേവനത്തിന് തയ്യാറാണ്. സേവനത്തിൻ്റെ മുഖം എൻ്റെ മേൽ ചുവലിൽ വന്നുകൊള്ളട്ടെ, ഞാൻ തയ്യാറാണ്. അല്ല, ഞാൻ വധിക്കപ്പെട്ട്, ഞാൻ പീഡിപ്പിക്കപ്പെട്ട്, ഞാൻ രക്തസാക്ഷിയാകാനാണോ നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, അതിനും ഞാൻ തയ്യാറാണ്. യാഗമായി അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. മുഴുവനായി വിട്ടുമാറാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുടുംബമായി മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കടത്തിൻ്റെ ഭയാനകമായ ബാധ കൊണ്ട് ഒരു വിധത്തിലും അത് വീട്ടാൻ സാധ്യമാകുകയില്ല എന്ന ചിന്ത കൊണ്ട് മരിക്കാൻ തയ്യാറായിരുന്ന ഒരു കുടുംബം കൂട്ടായ്മയിൽ വന്നു, വചനം കേട്ടു, രക്ഷപ്പെട്ടു. അവർക്ക് പ്രത്യാശയുണ്ടായി. അവരുടെ കടങ്ങളെല്ലാം ക്രമേണ മാറി. ദൈവത്തിന് സ്തോത്രം. കടങ്ങളെല്ലാം മാറിയെന്ന് മാത്രമല്ല, ഇന്ന് ഐശ്വര്യമായി ഇന്ന് കഴിയുന്നു. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, ഈ ഐശ്വര്യം അവരന്ന് മരിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഈ കടങ്ങൾ മാറിയുള്ള സ്വാതന്ത്ര്യം അവരന്ന് മരിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
അനേകരിന്ന് ആത്മഹത്യാ സ്വഭാവം പുലർത്തുകയാണ്. അനേകരിന്ന് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകരിന്ന് ലോകത്തോടുള്ള പറ്റുമാനം കൊണ്ട്, ലോകത്തോടുള്ള ആസക്തി കൊണ്ട്, ലോകത്തോടുള്ള ആകർഷണം കൊണ്ട് തങ്ങളെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരുണയുള്ള കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ നിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അനേകരെ യേശുവിന് വേണ്ടി നേടുക എന്ന വലിയ ഉത്തരവാദിത്വം. അത് ലോകത്തൊരു ശക്തിക്ക് അവഹരിക്കാൻ സാധിക്കുന്നതല്ല. യേശു ക്രിസ്തുവാകും സ്വത്ത് നാം നേടുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാകും സമ്പത്ത് നാം ഇന്ന് സമ്പാദിക്കുക. യേശു ക്രിസ്തു സ്വത്തായി നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടോ? അവൻ്റെ സ്വത്താണ് നാം. അവൻ നമ്മുടെ സ്വത്തായി മാറണം. ദൈവത്തിന് സ്തോത്രം. നാം യേശുവിൻ്റെ സ്വത്താണ്, നാം യേശുവിൻ്റെ സമ്പത്താണ്. അതേ ശരിയാണ്. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, അവൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി, അവൻ്റെ ജീവരക്തം ഊറ്റി നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം ഇന്ന് അവൻ്റെ സമ്പത്തായി മാറണം. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ സമ്പത്തായി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശു നിങ്ങളുടെ സമ്പത്തായി നിങ്ങൾ കിട്ടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശു വില കൊടുത്ത് വാങ്ങിയ യേശുവിൻ്റെ സമ്പത്താണ് ഞാനെന്ന് ധരിച്ചുകൊണ്ട്, കർത്താവേ നിൻ്റെ സമ്പത്തായി ഞാൻ എന്നും നിൽക്കും, ഞാൻ പിശാചിൻ്റെ വകയായി മാറുകയില്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാത്താൻ്റെ കൈവശം ഞാൻ അവൻ്റെ കളിപ്പാവയാകാൻ എന്നെ വിട്ടുകൊടുക്കുകയില്ല എന്ന് നിങ്ങൾക്ക് കാതലായൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, പൈശാചികൻ്റെ സമ്പത്തായിരിക്കുന്ന എത്രയോ പേരാണ് ഈ വാക്കുകളെ കേൾക്കുന്നത്. കൊലപാതകവും കവർച്ചയും കൊള്ളരുതായ്മകളും മോഷണവും ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും വ്യഭിചാര ജീവിതവും പരസംഗമോഹങ്ങളും ചീത്തപ്പടങ്ങളും എല്ലാമായി എത്രയോ പേരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ സമ്പത്തായി മാറിയിരിക്കുകയാണ്. സാത്താൻ്റെ സമ്പത്തായ മനുഷ്യരെ ദൈവത്തിൻ്റെ സമ്പത്താക്കി മാറ്റുകയാണ്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിപ്പിക്കുന്നു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങളോട് പറയട്ടെ. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഇത്രയും കാലം ഞാൻ പിശാചിന് സമ്പത്തായിപ്പോയി, ഇത്രയും കാലം സാത്താൻ സ്വത്തായി ഞാൻ ജീവിച്ചു, ഇത്രയും കാലം എൻ്റെ ഓരോ അവയവവും നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരുന്നതാണ് എങ്കിൽ പോലും ഞാൻ എൻ്റെ ഓരോ അവയവവും പിശാചിന് കൊടുത്തുകൊണ്ട് ജീവിച്ചു. കർത്താവേ, നിൻ്റെയായി ജീവിക്കേണ്ടതായിരുന്നു എൻ്റെ അവയവങ്ങൾ. എന്നാൽ എൻ്റെ ദൈവമേ, ഈ അവയവങ്ങൾ പിശാചിൻ്റെ വകയായി ഞാൻ അവന് കൊടുത്തുപോയി. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ. ഞാനിപ്പോൾ പിശാചിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തുപോയ എൻ്റെ ഈ ശരീരവും എൻ്റെ ശരീര അവയവങ്ങളും എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ ബുദ്ധിയും എൻ്റെ സകല ശക്തിയും സകലവും ഞാൻ തിരിയെടുത്ത് എല്ലാം മുഴുവനായി, എൻ്റെ എല്ലാം മുഴുവനായി ഞാനിതാ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ പാദപീഠത്തിങ്കലെല്ലാം ഞാനിതാ അടിയറ വയ്ക്കുന്നു. എന്നെ തന്നെ യേശുവേ ഞാൻ നിനക്കായി അടിയറ വയ്ക്കുന്നു. എന്നെ തന്നെ യേശുവേ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, ഇതൊരു ഭാഗ്യാനുഭവമാണ്. മുഴുവനായി യേശുവിന് കൊടുക്കുന്ന അനുഭവം, മുഴുവനായി യേശു ഏറ്റെടുക്കുന്ന അനുഭവം. നിങ്ങൾക്കുള്ളതെല്ലാം യേശു ഏറ്റെടുക്കുന്നു. നിങ്ങളപ്പോൾ യേശുവിൻ്റെ സമ്പത്തായി മാറുന്നു. അപ്പോൾ യേശു നിങ്ങളുടെ സ്വത്തായി മാറും. അതടുത്ത ഘട്ടമാണ്. യേശു നിങ്ങളുടെ സ്വത്തായി മാറുന്നു, നിങ്ങളുടെ വകയായി മാറുന്നു. നിങ്ങളുടെ സമ്പാദ്യം എന്താണ് നേടിയത്? കുഞ്ഞെ, നീ എന്ത് ഇതുവരെ നേടി? മോളെ, നീ ഇതുവരെ എന്ത് നേടി? നീ പലതും നേടി. വിദ്യാഭ്യാസം നേടി, നല്ലൊരു കുടുംബം നേടി, മക്കളെ നേടി, നല്ല ഭർത്താവിനെ നേടി, നല്ല ഭാര്യയെ നേടി, നല്ല കുടുംബം നേടി, നല്ല ഔദ്യോഗിക വരുമാനം നേടി. നല്ലതെന്ന് തന്നെ ഞാനും പറയും. എന്നാൽ നീ നേടേണ്ടത് നേടിയോ? ശവക്കുഴിക്കപ്പുറത്തേക്ക് നിലനിൽക്കുന്നത് നീ നേടിയോ? മരണത്തിനപ്പുറത്തേക്ക് നിലനിൽക്കുന്നത് നീ നേടിയോ? മരിച്ചാലും തീരാത്ത അക്ഷയ നിക്ഷേപം നീ സമ്പാദിച്ചുവോ? സ്വർഗീയ നിക്ഷേപത്തിൻ്റെ ഉടമയായി തീർന്നോ? ക്രിസ്തുവിനെ നീ സമ്പാദിച്ചുവോ? ക്രിസ്തു നിന്റെ സമ്പാദ്യമായി മാറട്ടെ, ക്രിസ്തു നിന്റെ സ്വന്തമായി മാറട്ടെ. അവൻ നിൻ്റെ ഹൃദയ പേടകത്തിൽ അവനെ നിൻ്റെ ഹൃദയത്തിൽ നീ എതിരേറ്റ് സ്വീകരിക്കുക. ഹൃദയപേടകത്തിൽ അവനെ നിങ്ങൾ നിക്ഷേപിക്കുക. അംഗങ്ങൾ അവയെ നിക്ഷേപിക്കുന്നു എന്ന് പിതാക്കന്മാർ പാടി. ക്രിസ്തുവിനെ നിൻ്റെ അവയവങ്ങളിൽ നിക്ഷേപിക്കുക.
ക്രിസ്തുവിനെ നിന്റെ അവയവങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. യേശു ക്രിസ്തുവിനെ നിന്റെ അവയവങ്ങളിലേക്ക് നീ എതിരേൽക്കുക. നിന്റെ ശരീരാവയവങ്ങളിൽ യേശുവിനെ നിക്ഷേപിക്കുക. അംഗങ്ങളിൽ അവയെ നിക്ഷേപിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം, ഭാഗ്യം കൈവരികയാണ്, അനുഗ്രഹം കിട്ടുകയാണ്, സൗഭാഗ്യം ലഭിക്കുകയാണ്, ഭാവി ശോഭനമായി തീരുകയാണ്. മരണശേഷമുള്ള നിത്യത, നിത്യജീവന്റെ സ്വർഗീയ സന്തോഷത്തിൻ്റെ അത്ഭുതകരമായ കലവറയുടെ ആസ്വാദനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരം നിങ്ങൾക്ക് തുറക്കുകയാണ്. സ്വർഗം നിങ്ങളുടെ നേരെ ഇറങ്ങി വരികയാണ്. സ്വർഗീയ ശാന്തി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് കിട്ടുകയാണ്. സ്വർഗീയ അധിപതി നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുകയാണ്. ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ നിങ്ങളൊരു വാക്ക് മാത്രം പറയൂ: യേശുവേ, എന്നെ തന്നെ നിന്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഞാനിതാ നിനക്കായി സമർപ്പിക്കുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ കഴുകണമേ, നിന്റെ തിരുരക്തത്താൽ കഴുകി എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിന്റെ അവകാശിയാക്കി മാറ്റണമേ. അനേക ആത്മാക്കളെ നേടുവാനുള്ള സൗഭാഗ്യത്തിൻ്റെ പ്രൊഫഷൻ എനിക്ക് തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ ദൂതനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിലിരിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകണമേ. കരുണയുള്ള കർത്താവേ, വീർപ്പുമുട്ടി കഴിയുന്നവർക്ക് ഒരു സന്തോഷവും സമാധാനവും നൽകണമേ. കരുണയുള്ള കർത്താവേ, നിരാശയോടുകൂടി ഇരിക്കുന്നവർക്ക്, ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് കർത്താവേ, ജീവിക്കാനുള്ള കൊതി നീ നൽകണമേ, ജീവിക്കാനുള്ള ആഗ്രഹം നീ നൽകണമേ, പുതിയ കാലങ്ങൾ നൽകണമേ, ആനന്ദ ഐശ്വര്യം എഴുന്ന മാസങ്ങളും ആണ്ടുകളും നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.